Our next topic is Fourier analysis of pulses. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൾസസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രം സീറോ അല്ലാത്ത വാല്യൂസ് ഉള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ പൾസസ് എന്ന് പറയുക. ഒരു ലിമിറ്റഡ് ടൈം ഇൻ്റർവെല്ലിൽ മാത്രം അതിൻ്റെ വാല്യൂ നോൺ സീറോ ആയിരിക്കും. അതർ ടൈംസിലൊക്കെ അതിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ പൾസസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പൾസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഫങ്ഷൻസാണ് അല്ലേ. അതായത് ഒരു ടൈം ഡ്യൂറേഷനിൽ അതിൻ്റെ വാല്യൂ നോൺ സീറോ ആവും, പിന്നെ കുറച്ച് നേരം സീറോ ആവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ വാല്യൂ 1 ആവും, പിന്നെയും സീറോ ആവും. അതായത് ഒരു ടൈം ഇൻ്റർവെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കോൺസ്റ്റൻറ്റ് ടൈം ഇൻ്റർവെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് ഇങ്ങനെ നോൺ സീറോ ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പൾസസിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പീരിയോഡിക് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് വാല്യൂസ് റെഗുലർ ഇൻ്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുക. ഓക്കെ, പീരിയോഡിക് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ വേ ആണ് ശരിക്കും പീരിയോഡിക് ഫങ്ഷൻസ്. നമുക്കറിയാം അല്ലേ. പീരിയോഡിക് മോഷൻ ഈസ് ദ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇൻ റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം. Similarly, periodic functions are the functions of which values are repeated at regular intervals of time എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ പീരിയോഡിക് ഫങ്ഷൻസിനെ നമുക്ക് വേണമെങ്കിൽ സൈൻ ഫങ്ഷൻസിൻ്റെയും കൊസൈൻ ഫങ്ഷൻസിൻ്റെയും അല്ലെങ്കിൽ സൈൻ ടേംസിൻ്റെയും കൊസൈൻ ടേംസിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ട്, ഒരു സമ്മായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സൈൻ കൊസൈൻ ടേംസിൻ്റെ സമ്മായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എനി പീരിയോഡിക് ഫംഗ്ഷനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന സൈൻ ആൻഡ് കൊസൈൻ ഫങ്ഷൻസിൻ്റെ ഫ്രീക്വൻസി, നമ്മുടെ പീരിയോഡിക് ഫങ്ഷൻസിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഫോറിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പാൻഷനെയാണ് നമ്മൾ ഫോറിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എനി പീരിയോഡിക് ഫങ്ഷൻസ് can be expressed as the sum of a number of sine and cosine functions of which frequencies are the integral multiples of the frequency of the given function എന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ ഫോറിയർ എക്സ്പാൻഷൻ എന്ന് പറയുക. അങ്ങനെ എഴുതുന്ന ആ ഒരു സീരീസ് ഓഫ് ടേംസ് ഉണ്ടാവും. ആ ഒരു എക്സ്പാൻഷൻ നമ്മൾ എഴുതുമ്പോൾ അതിന് നമ്മൾ ഫോറിയർ സീരീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോറിയർ സീരീസ് ഫോർ ദ പീരിയോഡിക് ഫംഗ്ഷൻ എഫ് ഓഫ് ടി എങ്ങനെയാണ് എഴുതുക നോക്കാം. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ പ്രകാരം എഴുതുക എന്നുള്ളത്, അതിനൊരു ജനറൽ ഫോം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എഫ് ഓഫ് ടി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ യൂസിങ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു B0 പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity an sin n ω1t പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity bn cos n ω1t. ഓക്കെ, ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും, ω1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നോക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ സൈൻ കൊസൈൻ ടേംസ് കുറേ എണ്ണം ഉണ്ടാവുമല്ലോ. നമുക്ക് ആദ്യം വേണമെങ്കിൽ എന്നിന് 1 കൊടുക്കാം. B0 അവിടെ നിർത്തി, B0 പ്ലസ് ആദ്യം നമുക്ക് സമ്മേഷനാണ്. എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A1 സൈൻ ω1t, സൈൻ 1 ഇൻറ്റു ω1t, സൈൻ ω1t പ്ലസ് B1 കോസ് ω1t. പിന്നെ നമ്മൾ എന്നിന് 2 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ A2 സൈൻ 2ω1t പ്ലസ് B2 കോസ് 2ω1t. അങ്ങനെ പോവും അല്ലേ, ഇൻഫിനിറ്റി വരെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇവിടെ ω1 എന്ന് കാണിക്കുന്നത് നോക്കി നോക്കുക. അവിടെ ഫ്രീക്വൻസി നോക്കി നോക്കുക. ആദ്യം വരുന്നത് ω1 അല്ലേ. n 1 കൊടുക്കുന്ന സമയത്ത് സൈൻ നമ്മുടെ ആ സൈൻ ടേമിൻ്റെ ഫ്രീക്വൻസി വരുന്നത് എത്രയാണ്, ω1 ആണ്. എന്നിന് 2 കൊടുക്കുമ്പോൾ 2ω1 ആണ്. എന്നിന് 3 കൊടുക്കുമ്പോൾ 3ω1 ആണ്. അതായത് ഇവിടെയുള്ള പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള ω1ൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ഈ സീരീസ് എക്സ്പാൻഷനിൽ, ഫോറിയർ സീരീസ് എക്സ്പാൻഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈൻ ആൻഡ് കൊസൈൻ ടേംസിൻ്റെ ഫ്രീക്വൻസി വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ളൊരു എക്സ്പാൻഷനെയാണ് നമ്മൾ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എനി പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കി നോക്കുക. നമ്മൾ പൾസിലേക്ക് വരികയാണ്. നമ്മളൊരു പൾസ് കൺസിഡർ ചെയ്യുകയാണ്. ആ പൾസിൻ്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷനാണ് നമുക്ക് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഫോറിയർ അനാലിസിസ് ഓഫ് പൾസസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പൾസ് കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത പൾസ് ലിമിറ്റഡ് ഡ്യൂറേഷൻ്റെ പൾസാണ്.
ഓക്കെ, പൾസ് ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ, അതായത് അതിൻ്റെ വാല്യൂ നോൺ സീറോ ആവുന്ന ടൈം ഇൻ്റർവെല്ലിൽ ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക, അവിടെ അങ്ങനെ സച്ച് എ പീരിയോഡിക് സച്ച് എ പൾസ് ഈസ് കൺസിഡേർഡ്. ഇതാണ് ആ ഒരു പൾസ്. ആ പൾസിൽ നോക്കി നോക്ക്, ഇവിടെ T0 എന്ന് പറയുന്ന ടൈമിൽ ആ പൾസിൻ്റെ വാല്യൂ 0 ആണ്. T0 പ്ലസ് T1 എന്ന് പറയുന്ന ടൈമിലും അതിൻ്റെ വാല്യൂ 0 ആണ്. ബിറ്റ്വീൻ T0 ആൻഡ് T0 പ്ലസ് T1 എന്ന് വെച്ച് കഴിഞ്ഞാൽ T1 എന്ന് പറയുന്ന ഒരു ടൈം ഇൻ്റർവെല്ലിൽ, അല്ലെ, T0ൻ്റെയും T0 പ്ലസ് T1ൻ്റെയും ഇടയിലുള്ള സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ T0 പ്ലസ് T1 മൈനസ് T1 എന്ന് പറയുന്നൊരു ടൈമിലാണ് അതിൻ്റെ വാല്യൂ, അല്ലേ, അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നത് നോൺ സീറോ ആയിട്ട് നിൽക്കുന്നത്. അതായത് അതിൻ്റെ ഡ്യൂറേഷൻ, അല്ലേ, അതിൻ്റെ വാല്യൂ നോൺ സീറോ ആവുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് T1 ആണ്. വീണ്ടും ഈ പൾസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും, അല്ലേ, ഒരു T1 ടൈം കഴിഞ്ഞാൽ വീണ്ടും ഈ പൾസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. T1 ടൈമിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൾസാണിത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളൊരു പൾസ് ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്, അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ഓരോ T1 ടൈം കഴിയുമ്പോഴും അതിൻ്റെ ആ ഒരു, അല്ലേ, ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ നോൺ സീറോ വാല്യൂസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ T1 ടൈം കഴിയുമ്പോഴും. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എനി പീരിയോഡിക് ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്പാൻഡഡ് യൂസിങ് ദിസ് ഫോറിയർ സീരീസ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെയും, അല്ലേ, നമ്മൾ ഈ വരച്ച് കാണിച്ചിട്ടുള്ള ഈ ഒരു പൾസിനെയും നമുക്ക് ഈ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഇതേ ഫോമിൽ എഴുതാം. f of t is equal to b0 plus sigma n is equal to 1 to infinity an sin n omega 1t plus sigma n is equal to 1 to infinity bn cos n omega 1t എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കി നോക്ക്, ഈ ഒരു പൾസിൻ്റെ കേസിൽ ഇതൊക്കെ കോൺസ്റ്റൻറ്റുകളാണ്. b0, അല്ലേ, an, bn, ഇതിനെ നമ്മൾ ഫോറിയർ കോയിഫിഷ്യൻസ് എന്നാണ് പറയുക. b0, an ആൻഡ് bn ആർ നോൺ ആസ് ഫോറിയർ കോയിഫിഷ്യൻസ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഈ കേസിൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും നോക്കി നോക്ക്. b0 is equal to, ഇവിടെ ആദ്യത്തെ ഫോറിയർ കോയിഫിഷ്യൻ്റ് b0 ആണ്. b0 is equal to എത്രയാണ് വരുന്നത്, 1/T1 ഇൻ്റഗ്രൽ T0 to T0 plus T1 f of t dt. bn 2/T1 ഇൻ്റഗ്രൽ T0 to T0 plus T1 f of t cos n omega 1t dt. an is equal to 2/T1 ഇൻ്റഗ്രൽ T0 to T0 plus T1 f of t sin n omega 1t dt. ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക, ഈ പൾസിനെ നമുക്ക് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ പ്രകാരം എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓരോ ഫോറിയർ കോയിഫിഷ്യൻറ്റിൻ്റെയും, അല്ലേ, b0ൻ്റെയും a-ൻ്റെയും b-ൻ്റെയും ഒക്കെ വാല്യൂസ് നമുക്ക് ഇതേപോലെ കിട്ടും. ഇവിടെ T1 എന്താണ്, T1 എന്ന് പറയുന്നത് ഈ ഒരു പൾസിൻ്റെ നോൺ സീറോ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഇൻ്റർവെല്ലാണ്, അല്ലേ, ടൈം ഇൻ്റർവെല്ലിനെ നമ്മൾ പറയുന്ന പേരാണ് T1 എന്ന് പറയുന്നത്. ഇവിടെ നോക്കി ഇതിൻ്റെ ഫ്രീക്വൻസി omega1 is equal to 2π/T1 ആണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള omega1 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 2π/T1 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും ഇതിനകത്ത് വരുന്ന സൈൻ ആൻഡ് കൊസൈൻ ടേംസ് വരിക. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ സമ്മേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്, അല്ലേ, ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ സമ്മേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനെ ഇൻ്റഗ്രൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് ഇനി പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഇൻ്റഗ്രൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ അത് പറയുന്നതിന് മുൻപായിട്ട് നേരത്തെ നമ്മൾ സമ്മേഷൻ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു f of t. f of t is equal to b0 plus sigma n is equal to 1 to infinity an sin n omega 1t plus sigma n is equal to 1 to infinity bn cos n omega 1t എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് b0ൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. b0ൻ്റെ വാല്യൂ എത്രയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, b0ൻ്റെ വാല്യൂ 1/T1 ഇൻ്റഗ്രൽ T0 to T0 plus T1 f of t dt ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടു നമ്മുടെ ഫംഗ്ഷൻ, അതിൻ്റെ നമ്മൾ പൾസ് നമ്മൾ വരച്ചതാണല്ലോ, പൾസിൻ്റെ ഇനീഷ്യൽ വാല്യൂസൊക്കെ വളരെ സ്മോളാണ്, അല്ല, ഇനീഷ്യൽ വാല്യൂസ് വളരെ സ്മോൾ അല്ലേ, അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ്റെ ഇനീഷ്യൽ വാല്യൂ വളരെ ഇതായതുകൊണ്ട് b0 bn എന്ന് പറയുന്ന ആ ഒരു ഫോറിയർ കോയിഫിഷ്യൻസിൻ്റെ തന്നെ ഇനീഷ്യൽ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് ശരിക്കും b0 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി നോക്ക്, നമ്മുടെ ഫംഗ്ഷൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾ ആ 1/T ഇൻ്റഗ്രൽ T0 to T0 plus T1 f of t dt ചെയ്യുമ്പോൾ f of t ഏതാണ്ട് 0 ആണ് വരുന്നത്. അപ്പോൾ അതിലിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് b0 0 ആണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ്, നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം 0 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോറിയർ സീരീസ് എക്സ്പാൻഷനിൽ നിന്ന് ആ b0നെ ഒഴിവാക്കാം. ഈ പൾസിൻ്റെ കേസിൽ എല്ലാ പീരിയോഡിക് ഫംഗ്ഷനിലും അല്ല,
പീരിയോഡിക് ഫംഗ്ഷനുകളിൽ നമ്മൾ ആ B0 കൂടി ഉൾപ്പെടുത്തണം ശരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആ പെർട്ടിക്കുലർ പൾസിൻ്റെ കേസിൽ ഇനീഷ്യൽ വാല്യൂസ് എഫ് ഓഫ് ടി ഏതാണ്ട് 0 ആയതുകൊണ്ട് നമ്മൾ 1/t ഇൻ്റഗ്രൽ T0 to T0 plus T1 എഫ് ഓഫ് ടി ഡി ടി ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമുക്കതിനെ 0 ആയിട്ട് എടുക്കാം B0നെ. അപ്പോൾ ബാക്കി അതിനൊഴിവാക്കിയിട്ടുള്ള എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity an sin n omega 1t പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity bn cos n omega 1t ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്കിതിനെ ഇൻ്റഗ്രൽസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ സമ്മേഷൻ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇൻ്റഗ്രൽസ് ഉപയോഗിച്ചിട്ട് എഴുതുകയാണെങ്കിൽ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദ പീരിയോഡിക് ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് using integrals f of t is equal to integral 0 to infinity sigma n is equal to 1 to infinity ക്ക് പകരം integral 0 to infinity a of omega sin omega t dt plus integral 0 to infinity b of omega cos omega t dt. a of omegയും b of omegയും ആണ് ഇവിടുത്തെ ഫോറിയർ കോഎഫിഷ്യൻസ്. ഇവിടെ നോക്കി നോക്കുക, ഫോറിയർ കോഎഫിഷ്യൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക, ഇവിടെ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും എത്രയാണ്? നമ്മുടെ പൾസിൻ്റെ കേസിൽ ഈ എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ് നോക്കാം നമുക്ക്. എ ഓഫ് ഒമേഗ ഈക്വൽ ടു എത്ര വരിക? an ബൈ ഒമേഗ 1. ഒമേഗ 1 നമ്മൾ പറഞ്ഞു 2π/t1, ഇതിൻ്റെ ടൈം പീരീഡ് ആണ് t1. അപ്പോൾ എ ഓഫ് ഒമേഗ ഇവിടെ an ബൈ ഒമേഗ 1 ആണ്. ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് bn ബൈ ഒമേഗ 1 ആണ്. ഓക്കെ, ഇവിടെ എന്നിൻ്റെ വാല്യൂസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, 1 2 3 4 അങ്ങനെ ഇൻഫിനിറ്റി വരെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എ ഓഫ് ഒമേഗ an ബൈ ഒമേഗ 1 ആണ്, ബി ഓഫ് ഒമേഗ bn ബൈ ഒമേഗ 1 ആണ് ഈ ഇൻ്റഗ്രൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോറിയർ സീരീസ് എക്സ്പാൻഷനിൽ എന്ന് മനസ്സിലാക്കുക. an-ൻ്റെയും bn-ൻ്റെയും വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. an-ൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? an-ൻ്റെ വാല്യൂ വരുന്നത് 2/t1 ഇൻ്റഗ്രൽ T0 to T0 plus T1 f of t cos omega t dt ആണ്. ഓക്കെ, അതേപോലെ തന്നെ bn-ൻ്റെ വാല്യൂ വരുന്നത് 2/t1 ഇൻ്റഗ്രൽ T0 to T0 plus T1 f of t sin omega t dt ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും കിട്ടും. എ ഓഫ് ഒമേഗ അപ്പോൾ എത്ര കിട്ടിയ? എ ഓഫ് ഒമേഗ 2/t1 ഇൻ്റഗ്രൽ T0 plus T1 f of t cos omega t dt എന്ന് കൊടുക്കുക എൻ്റെ സ്ഥാനത്ത്. ബൈ എന്തുണ്ട്? ഒമേഗ 1 ഉണ്ട്. അപ്പോൾ എങ്ങനെയാവും? 2/omega 1 t1 ഇൻ്റഗ്രൽ T0 to T0 plus T1 f of t cos omega t dt എന്നാവും. ഓക്കെ, അതേപോലെ ബി ഓഫ് ഒമേഗയും നമുക്ക് കിട്ടും 2/omega 1 t1 ഇൻ്റഗ്രൽ T0 to T0 plus T1 f of t sin omega t dt എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഒമേഗ 1 എന്ന് പറയുന്നത് 2π/t1 ആണ്. അപ്പോൾ ആ ബൈ t1 അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഒമേഗ 1 t1 is equal to 2π എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എ ഓഫ് ഒമേഗയുടെയും ബി ഓഫ് ഒമേഗയുടെയും നമ്മുടെ RHS നോക്കി നോക്കി, ഈ ഒമേഗ 1 t1ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2π കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ആ 2ഉം ഇതിൽ രണ്ടിലും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 1/π മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. 2π എന്ന് ഇവിടെ വരും, 2 കട്ട് ചെയ്ത് പോയി, 1/π ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എ ഓഫ് ഒമേഗ എത്ര കിട്ടുന്നത്? എ ഓഫ് ഒമേഗ ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ T0 to T0 plus T1 f of t cos omega t dt. ബി ഓഫ് ഒമേഗ ഈക്വൽ ടു 1/π integral T0 to T0 plus T1 f of t sin omega t dt. Okay, അപ്പോൾ using integral, Fourier series expansion of the given pulse is f of t is equal to integral 0 to infinity a of omega sin omega t dt plus integral 0 to infinity b of omega cos omega t dt, where a of omega is equal to 1/π integral T0 to T0 plus T1 f of t cos omega t dt and b of omega is equal to 1/π integral T0 to T0 plus T1 f of t sin omega t dt എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ പൾസ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഒരു നോൺ പീരിയോഡിക് ഫംഗ്ഷനെയും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതൊരു നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് കരുതുക. നോൺ പീരിയോഡിക് ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത് T0 to T0 plus T1 ആവില്ല. പിന്നെയോ -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും കണ്ടുപിടിക്കാം. അതിന് ഇവിടെ അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പൾസിൻ്റെ ഫോറിയർ അനാലിസിസ് ആണ്. പക്ഷേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഇതൊരു നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ആയിരുന്നു എങ്കിൽ നമുക്ക് ഇതേപോലെ അത് എഴുതാം. എഫ് ഓഫ് ടി is equal to integral 0 to infinity a of omega sin omega t dt plus integral 0 to infinity b of omega cos omega t dt എന്ന് തന്നെ എഴുതാം. പക്ഷേ അവിടെ എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 1/π ഇൻ്റഗ്രൽ -∞ to infinity f of t cos omega t dt യും b of omega equal to 1/π ഇൻ്റഗ്രൽ -∞ to infinity f of t sin omega t dt ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റഗ്രൽ ലിമിറ്റ് -∞ to ഇൻഫിനിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻ്റഗ്രൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള പൾസിൻ്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. ഇനി നമ്മൾ ഒരു സ്ക്വയർ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറയുന്നൊരു പീരിയോഡിക് പൾസ് ഫംഗ്ഷനാണ്, അതിൻ്റെ ഒരു ഫോറിയർ അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
സ്ക്വയർ ഫ്രീക്വൻസി സ്പെക്ട്രം. അപ്പോൾ അതിനകത്ത് ആ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്, നമുക്ക് ഫോറിയർ സീരീസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്ക്വയർ ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എ ഓഫ് ഒമേഗ 0 ആണ് ഫോർ ഓൾ ഒമേഗ, ബി ഓഫ് ഒമേഗ is equal to 1 by delta omega for omega 1 less than or equal to omega less than or equal to omega 2, b of omega is equal to 0 elsewhere. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ 1 ഒമേഗ 2 അതിൻ്റെ ഇടയിലല്ല ഒമേഗ എങ്കിൽ ബാക്കിയുള്ളടത്തൊക്കെ ബി ഓഫ് ഒമേഗയുടെ വാല്യൂ 0 ആണ്. ഒമേഗ 1ൻ്റെയും ഒമേഗ 2ൻ്റെയും ഇടയിലാണ് ഒമേഗ എങ്കിൽ ഫ്രീക്വൻസി എങ്കിൽ അതിൻ്റെ വാല്യൂ ബി ഓഫ് ഒമേഗയുടെ വാല്യൂ 1 by delta omega ആണ്. എ ഓഫ് ഒമേഗ is equal to 0 ആണ് ഫോർ ഓൾ ഒമേഗ, എല്ലാ ഒമേഗയ്ക്കും എ ഓഫ് ഒമേഗ 0 ആണ്. അങ്ങനെയുള്ള ഒരു സ്ക്വയർ ഫ്രീക്വൻസി സ്പെക്ട്രമാണ്, അതിൻ്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷനാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക. അപ്പോൾ അതിനെ നമ്മൾ സൈ ഓഫ് ടി, എഫ് ഓഫ് ടി എന്ന് എഴുതിയതിന് പകരം സൈ ഓഫ് ടി എന്ന് എഴുതി. ടൈമിൻ്റെ ഫംഗ്ഷനാണ്, ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സൈ ഓഫ് ടി is equal to അല്ലേ ഇൻ്റഗ്രൽ 0 to infinity എ ഓഫ് ഒമേഗ സൈൻ ഒമേഗ ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 to infinity ബി ഓഫ് ഒമേഗ കോസ് ഒമേഗ ടി ഡി ടി. ഇതാണ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ വരുന്നത്. അവിടെ നമ്മൾ B0 0 ആയിട്ട് എടുത്തു, കാരണം ഇതൊരു പൾസാണ്. ഇനീഷ്യൽ വാല്യൂ നമുക്ക് പൾസ് ലിമിറ്റഡ് ഡ്യൂറേഷനുള്ള പൾസാണ്, നേരത്തെ പോലെ തന്നെ ഈ സ്ക്വയർ ഫ്രീക്വൻസി സ്പെക്ട്രം എന്നുള്ളതുകൊണ്ട് B0 ഇവിടെയും 0 ആയിരിക്കും, ഇനീഷ്യൽ വാല്യൂസ് വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക, ഇവിടെ എ ഓഫ് ഒമേഗ 0 ആണ് അല്ലേ, ഇവിടെ തന്നിട്ടുണ്ട് എ ഓഫ് ഒമേഗ 0 ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ടേം പോവും അല്ലേ, ഈ ടേം 0 ആയിട്ട് പോവും. പിന്നെ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, സൈ ഓഫ് ടി is equal to ഇൻ്റഗ്രൽ 0 to infinity ബി ഓഫ് ഒമേഗ കോസ് ഒമേഗ ടി ഡി ടി. ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം എ ഓഫ് ഒമേഗ 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയിട്ട് പോയി. ഓക്കെ, ഇനി നോക്കി നോക്കുക, ബി ഓഫ് ഒമേഗയുടെ വാല്യൂ ഒമേഗ 1ൻ്റെയും ഒമേഗ 2ൻ്റെയും ഇടയിലാണ് ഒമേഗ എങ്കിൽ ബി ഓഫ് ഒമേഗൻ്റെ വാല്യൂ 1 by delta omega ആണ്, അല്ലെങ്കിൽ 0 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബി ഓഫ് ഒമേഗയുടെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം, 1 by delta omega എന്ന് കൊടുക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ ലിമിറ്റ് ഒമേഗയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയുള്ളൂ, ഒമേഗ 1 to ഒമേഗ 2 ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് നമ്മൾ 0 to infinity എന്ന് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഒമേഗ 1 to ഒമേഗ 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സൈ ഓഫ് ടി is equal to ഇൻ്റഗ്രൽ ഒമേഗ 1 to ഒമേഗ 2. അങ്ങനെ ആകുമ്പോൾ ബി ഓഫ് ഒമേഗയുടെ വാല്യൂ 1 by delta omega, ബാക്കിയുള്ളത് കോസ് ഒമേഗ ടി ഡി ടി അല്ലേ, കോസ് ഒമേഗ ടി ഡി ഒമേഗ. നമ്മൾ ലിമിറ്റ് മാറി, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ലിമിറ്റ് അല്ലേ, അത് ഡി ഒമേഗ എന്നാക്കിയിട്ട് മാറ്റി. അപ്പോൾ നമ്മൾ നോക്കി നോക്കുക, അപ്പോൾ സൈ ഓഫ് ടി is equal to 1 by delta omega കോൺസ്റ്റൻ്റ് ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോസ് ഒമേഗ ടി ഡി ഒമേഗേനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കോസ് ഒമേഗ ടി ഡി ഒമേഗേനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, കോസ് ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ നമ്മൾ ചെയ്യുക സൈൻ ഒമേഗ ടി അല്ലേ, പിന്നെ ഒമേഗ ടീനെ ഡെറിവേറ്റീവ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്, ഒമേഗ ടിയുടെ പിന്നെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഒമേഗ ടി ഡി ബൈ ഡി ഒമേഗ ഒമേഗ ടി ആണ്, ഡി ബൈ ഡി ഒമേഗ ഒമേഗ ടി ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് ടി ആയിരിക്കും. ഓക്കെ, ടി ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ഒമേഗ എന്ന് വരും, ദാറ്റ് ഈസ് ടി. ഓക്കെ, പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം ഒമേഗ 1 to ഒമേഗ 2. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഡി ഒമേഗ അല്ലെ, ഒമേഗ 1 to ഒമേഗ 2 ഡി ഒമേഗയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ് ഒമേഗ ടിയുടെ നമ്മൾ എഴുതി സൈൻ ഒമേഗ ടി അല്ലേ, പിന്നെ ഡിവൈഡഡ് ബൈ ഡി ബൈ ഡി ഒമേഗ ഒമേഗ ടി ആണ് ചെയ്യേണ്ടത്, ഡി ബൈ ഡി ടി ഒമേഗ ടി അല്ല, ഡി ബൈ ഡി ഒമേഗ ഒമേഗ ടി ചെയ്യുമ്പോൾ നമുക്ക് ടി ആ കിട്ടുക. അപ്പോൾ 1 by delta omega സൈൻ ഒമേഗ ടി ബൈ ടി ലിമിറ്റ് ഒമേഗ 1 to ഒമേഗ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സൈ ഓഫ് ടി is equal to ഈ ടീനെ അങ്ങോട്ട് കൊണ്ടുവരാം, 1 by delta omega ടി അല്ലേ, ബ്രാക്കറ്റിന് പുറത്തേക്ക് കൊണ്ടുവരാം, 1 by delta omega ടി. ഇനി ആദ്യം സൈൻ ഒമേഗ 2t മൈനസ് സൈൻ ഒമേഗ 1t ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസി ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒമേഗ 2 മൈനസ് ഒമേഗ 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സൈ ഓഫ് ടി is equal to സൈൻ ഒമേഗ 2t മൈനസ് സൈൻ ഒമേഗ 1t, ഡെൽറ്റ ഒമേഗയുടെ സ്ഥാനത്ത് ഒമേഗ 2 മൈനസ് ഒമേഗ 1t എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കി നോക്കുക, ആവറേജ് ഫ്രീക്വൻസി ആണ് ഒമേഗ 0. ദാറ്റ് ആവറേജ് ഫ്രീക്വൻസി ഈസ് ഒമേഗ 0, ദാറ്റ് ഈസ് ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ബൈ 2. പിന്നെ ഇവിടെ ഒമേഗ 1 മൈനസ് ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്, ഒമേഗ 2 മൈനസ് ഒമേഗ 1 ഡെൽറ്റ ഒമേഗ ആണ് അല്ലേ, അപ്പോൾ ഡെൽറ്റ ഒമേഗ ബൈ 2 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി നോക്കുക, ഇവിടെ നമ്മൾ ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ 2 ചെയ്യുകയാണെന്ന് കരുതുക. ഒമേഗ 0 ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ബൈ 2 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ 2 എന്ന് പറയുമ്പോൾ ഒമേഗ 1 മൈനസ് ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ 2 ഇത് രണ്ടും കൂടി കൂട്ടുകയാണ്. ഓക്കെ, ഒമേഗ 0യും ഡെൽറ്റ ഒമേഗ ബൈ 2 കൂടിയും കൂട്ടുക. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്കി എന്താ വരിക, ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ബൈ 2 പ്ലസ്
ഒമേഗ 2 മൈനസ് ഒമേഗ 1/2 എന്ന് വരും അല്ലേ. അപ്പോൾ ഒമേഗ 1/2 മൈനസ് ഒമേഗ 1/2 കട്ട് ചെയ്ത് പോവും. ബാക്കി എന്താ ഉള്ളത്? ഒമേഗ 2/2 പ്ലസ് ഒമേഗ 2/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? ഒമേഗ 2 ആണ്. അപ്പോൾ ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗ 2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഒമേഗ 2 ആണ്. ഓക്കെ, അപ്പോൾ ഒമേഗ 2ന്റെ സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ഇത് സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലോ ഒമേഗ 0യിൽ നിന്ന് നമ്മൾ ഡെൽറ്റ ഒമേഗ 2 സബ്സ്ട്രാക്ട് ചെയ്യണം. ഒമേഗ 0 മൈനസ് ഡെൽറ്റ ഒമേഗ 2 ചെയ്യണം. അപ്പോൾ എത്ര വരിക? ഒമേഗ 1 പ്ലസ് ഒമേഗ 2/2 മൈനസ് ഒമേഗ 2 മൈനസ് ഒമേഗ 1/2 എന്ന് വരും അല്ലേ. അപ്പോൾ നോക്കി നോക്ക്, ഒമേഗ 2/2ഉം ഒമേഗ 2/2 ഒമേഗ 2/2 മൈനസ് ഒമേഗ 2/2 പോവും. ബാക്കി എന്താ ഉണ്ടാവുക? ഒമേഗ 1/2 മൈനസ് മൈനസ് ഒമേഗ 1/2 ദാറ്റ് ഈസ് ഒമേഗ 1/2 പ്ലസ് ഒമേഗ 1/2 ദാറ്റ് ഈസ് ഒമേഗ 1. അപ്പോൾ ഒമേഗ നമുക്ക് ഒമേഗ 1 എത്ര കിട്ടും? ഒമേഗ 0 മൈനസ് ഡെൽറ്റ ഒമേഗ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക, ഒമേഗ 1ന്റെ സ്ഥാനത്ത് നമുക്ക് ഒമേഗ 0 മൈനസ് ഡെൽറ്റ ഒമേഗ 2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ സൈ ഓഫ് ടിയുടെ എക്സ്പ്രഷനിൽ സൈൻ ഒമേഗ 2t മൈനസ് സൈൻ ഒമേഗ 1t ഡിവൈഡ് ബൈ ഒമേഗ 2 മൈനസ് ഒമേഗ 1t എന്നുള്ളിടത്ത് നമുക്ക് ഒമേഗ 2ന്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗ 2 എന്നും ഒമേഗ 1ന്റെ സ്ഥാനത്ത് ഒമേഗ 0 മൈനസ് ഡെൽറ്റ ഒമേഗ 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ 2വിനെ ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗ 2 എന്നും ഒമേഗ 1ന് ഒമേഗ 0 മൈനസ് ഡെൽറ്റ ഒമേഗ 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈ ഓഫ് ടി ഈക്വൽ ടു സൈൻ ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗ 2 ടി ആവും. ഒമേഗ 2t എന്നുള്ളിടത്ത് മൈനസ് സൈൻ ഒമേഗ 0 മൈനസ് ഡെൽറ്റ ഒമേഗ 2 ടി ആവും. ഒമേഗ 1t എന്നുള്ളിടത്ത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഒമേഗ ടി ഇസ് ദർ. ഓക്കെ, നോക്കുക, ഇനി നമുക്കൊരു മാത്തമാറ്റിക്കൽ റിസൾട്ട് സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ഈക്വൽ ടു 2 കോസ് എ സൈൻ ബി ആണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. മൈനസ് സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മളിത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 2 കോസ് എ സൈൻ ബി എന്ന് കിട്ടും. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഇവിടെ എയുടെ സ്ഥാനത്ത് ഒമേഗ 0 ടി ആണ്, ബിയുടെ സ്ഥാനത്ത് ഡെൽറ്റ ഒമേഗ 2 ഇൻറ്റു ടി ആണ് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗ 2 ടി മൈനസ് സൈൻ ഒമേഗ 0 മൈനസ് ഡെൽറ്റ ഒമേഗ 2 ടീനെ നമ്മൾ ഈ ഒരു മാത്തമാറ്റിക്കൽ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്കി നമുക്ക് 2 കോസ് എ എന്നുള്ളത് ഞാനിവിടെ ഒമേഗ 0 ടി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒമേഗ 0 ടി ഞാൻ എ ആയിട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ 2 കോസ് ഒമേഗ 0 ടി സൈൻ ബി എത്രയാണ് ഇവിടെ വരുന്നത്? ഡെൽറ്റ ഒമേഗ ടി 2 ആണ്. സൈൻ ഡെൽറ്റ ഒമേഗ ടി 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗ 2 ഇൻറ്റു ടി മൈനസ് സൈൻ ഒമേഗ 0 മൈനസ് ഡെൽറ്റ ഒമേഗ 2 ടി ഈസ് ഈക്വൽ ടു 2 കോസ് ഒമേഗ 0 ടി സൈൻ ഡെൽറ്റ ഒമേഗ ടി 2 എന്ന് കിട്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ സൈ ഓഫ് ടിയുടെ സ്ഥാനത്ത് അല്ലേ നമുക്ക് 2 അതിൻ്റെ ന്യൂമറേറ്റർ പാർട്ടിൽ നമുക്ക് 2 കോസ് ഒമേഗ 0 ടി സൈൻ ഡെൽറ്റ ഒമേഗ ടി 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 കോസ് ഒമേഗ 0 ടി സൈൻ ഡെൽറ്റ ഒമേഗ ടി 2 ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഡെൽറ്റ ഒമേഗ ടി ഉണ്ട്. നോക്കുക, ഇവിടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഈ 2നെ നമുക്ക് വേണമെങ്കിൽ ഡിനോമിനേറ്റർ പാർട്ടിലേക്ക് കൊണ്ടുവരാം. എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ ഒമേഗ ടി 2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. സൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ഒമേഗ 0 ടി സൈൻ ഡെൽറ്റ ഒമേഗ ടി 2 2നെ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെൽറ്റ ഒമേഗ ടി 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നമ്മൾ സൈൻ ഡെൽറ്റ ഒമേഗ ടി 2 എന്ന് പറയുന്നത് ടൈമിൻ്റെ ഒരു ഫംഗ്ഷൻ ആണല്ലോ അല്ലേ. സൈൻ ഡെൽറ്റ ഒമേഗ ടി 2 എന്ന് പറയുന്ന ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ഓഫ് ടൈമാണ്. അപ്പോൾ നമുക്ക് അതിനെ ടൈമിൻ്റെ ഫംഗ്ഷൻ എന്നുള്ള മീനിങ്ങിൽ എ ഓഫ് ടി എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? സൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു അല്ലേ സൈൻ ഡെൽറ്റ ഒമേഗ ടി 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഒമേഗ ടി 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഒമേഗ ടി 2 കേട്ടോ. സൈൻ ഡെൽറ്റ ഒമേഗ ടി 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഒമേഗ ടി 2 നമ്മൾ എ ഓഫ് ടി എന്ന് കൊടുത്തു. therefore psi of t is equal to എത്ര വരിക? a of t ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? cos omega 0t എന്ന് വരും. ഓക്കെ, അപ്പോൾ psi of t is equal to a of t cos omega 0t. അപ്പോൾ നോക്കി നോക്ക്, സ്ക്വയർ ഫ്രീക്വൻസി സ്പെക്ട്രത്തിനെ ഫോറിയർ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. psi of t is equal to a of t cos omega 0t എന്ന് നമുക്ക് കിട്ടുന്നു. ഈ ഇക്വേഷന് സിമിലർ ആയിട്ടുള്ള ഫോമിലുള്ളൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. n ഹാർമോണിക് ഓസിലേഷൻസ് അല്ലേ, ക്യാപിറ്റൽ N നമ്പർ ഓഫ് ഹാർമോണിക് ഓസിലേഷൻസ് ഹാവിങ്
ഫ്രീക്വൻസി ബിറ്റ്വീൻ ω1 ആൻഡ് ω2 സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റും ഏതാണ്ട് ഇങ്ങനെയായിരുന്നു, ഇതേ ഫോമിലായിരുന്നു. ഓക്കെ, റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് വെൻ n ഹാർമോണിക് ഓസിലേഷൻസ് having frequency ranges from ω1 and ω2 superimposes, അല്ലേ, then we get the displacement in this similar form. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ സ്ക്വയർ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൻ്റെ ഫോറിയർ സീരീസ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് ഇക്വാലൻ്റ് ആണെന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ ബിഹേവിയർ ആണ് കാണിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ ഫ്രീക്വൻസി സ്പെക്ട്രം നമുക്ക് കിട്ടിയിട്ടുള്ളത് ω1 to ω2 റേഞ്ച് ഫ്രീക്വൻസി ഉള്ള n നമ്പർ ഓഫ് ഹാർമോണിക് ഓസിലേഷൻസ്, ഹാർമോണിക് വേവ്സ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് എന്നുള്ളൊരു ഒരു ഐഡിയ കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. Our next topic is Fourier analysis of a traveling wave packet. നേരത്തെ നമ്മൾ Fourier analysis of pulses ആണ്, pulses of limited duration ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് Fourier analysis of a traveling wave packet. അപ്പോൾ ഒരു ട്രാവലിംഗ് വേവ് പാക്കറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ നമ്മൾ ഒരു സെഡ് ആക്സിന് അലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നൊരു വേവാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു വേവ് പാക്കറ്റാണ്. വേവ് പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം വേവ്സ് അല്ലേ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് വേവ് പാക്കറ്റ് നമുക്ക് കിട്ടുന്നത്. കൺസിഡർ വേവ് പാക്കറ്റ് ട്രാവലിംഗ് അലോങ് സെഡ് ആക്സിസ്, സെഡ് ആക്സിന് അലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വേവ് പാക്കറ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, അതിനകത്തുള്ള പാർട്ടിക്കിൾസിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് സെഡിൻ്റെയും അല്ലേ അതുപോലെ തന്നെ ടിയുടെയും ഫംഗ്ഷനായിട്ട് സൈ ഓഫ് സെഡ് ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും, അത് റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എഫ് ഓഫ് ടി അതൊരു പീരിയോഡിക് ഫംഗ്ഷനാണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈ ഓഫ് സെഡ് ടി എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, നോക്കി നോക്കുക, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഫോറിയർ സീരീസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യണം. ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ ജനറൽ ഫോം ഇനീഷ്യലി അവിടെ നമുക്ക് 0 എന്ന് കൊടുക്കും, B0 0 ആയിട്ട് അവിടെ എടുക്കാം. എന്തായാലും നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ a of omega sin omega t d omega പ്ലസ് ഇൻ്റഗ്രൽ 0 to ∞ b of omega cos omega t d omega. ഇതാണ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ ഒരു ജനറൽ ഫോം. ഇനി നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയം നോൺ ഡിസ്പേഴ്സീവ് മീഡിയം ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസ്പേഴ്സീവ് മീഡിയത്തിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ഒരു വേവ് പാക്കറ്റ് ഉണ്ടാക്കുന്നത് കുറേ വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ടാണ്. ഡിഫറൻറ്റ് ഫ്രീക്വൻസി ഉള്ള വേവ്സ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡിഫറൻറ്റ് ഫ്രീക്വൻസിയുടെയും ഫേസ് വെലോസിറ്റി ഡിഫറൻ്റ് ആണെങ്കിൽ അല്ലേ, ആ മീഡിയത്തിന് നമ്മൾ പറയുന്ന പേരാണ്, ഡിഫറൻറ്റ് വെലോസിറ്റിയിലാണ് ഡിഫറൻറ്റ് ഫ്രീക്വൻസി ഉള്ള ഇൻഡിവിജ്വൽ വേവ്സ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള മീഡിയത്തിനാണ് നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് പറയുക. നോൺ ഡിസ്പേഴ്സീവ് മീഡിയം എന്താണ്, ആ ഡിഫറൻറ്റ് ഫ്രീക്വൻസി ഉള്ള ഇൻഡിവിജ്വൽ വേവ്സ് എല്ലാം അല്ലേ ഒരേ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് നോൺ ഡിസ്പേഴ്സീവ് മീഡിയമാണ്. അങ്ങനെയാണ് സെയിം വേവ് ലെങ്ത് ഉള്ളത്, ഡിഫറൻറ്റ് വേവ് ലെങ്ത് ഉള്ളത് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഫ്രീക്വൻസി ഉള്ളത് ഒരേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് നോൺ ഡിസ്പേഴ്സീവ് മീഡിയം. ഡിഫറൻറ്റ് ഫ്രീക്വൻസി ഉള്ളത് ഡിഫറൻറ്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്പേഴ്സീവ് മീഡിയം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്പേഴ്സീവ് മീഡിയത്തിൻ്റെ കേസിൽ എങ്ങനെയാണ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ ട്രാവലിംഗ് വേവ്സ് ഇൻ ഹോമോജീനിയസ് ഡിസ്പേഴ്സീവ് മീഡിയം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇത് ജനറലാണ്. ഓക്കെ, ഡിസ്പേഴ്സീവ് മീഡിയത്തിലും നോൺ ഡിസ്പേഴ്സീവ് മീഡിയത്തിലുള്ള ജനറൽ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദ ട്രാവലിംഗ് വേവ് പാക്കറ്റ് ആണ് നമ്മൾ എഴുതിയത്. ഇനി ആദ്യം നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയത്തിൽ എങ്ങനെയാണെന്ന് പറയാം. ഡിസ്പേഴ്സീവ് മീഡിയത്തിൽ നോക്കി നോക്ക്, ഫേസ് വെലോസിറ്റി വി പി ഈസ് ഈക്വൽ ടു ω/k ഓഫ് ഒമേഗയാണ് അല്ലേ. അവിടെ വേവ് നമ്പർ ആയിട്ടുള്ള k ഫ്രീക്വൻസിയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫേസ് വെലോസിറ്റി വി പി ഈസ് ഈക്വൽ ടു ω/k ഓഫ് ഒമേഗയാണ് എന്ന് നമ്മൾ കണ്ടു. നോക്കി നോക്കുക, അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം വരും. ഇവിടെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ എഫ് ഓഫ് ടി ഫൈ ഓഫ് സെഡ് ടി ആണ് സി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ a of omega sin omega t d omega എന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ ഇത് ഡിസ്പേഴ്സീവ് മീഡിയ ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം, സൈൻ ആ സൈൻ്റെ അകത്ത് ω t മൈനസ് k ഓഫ് ഒമേഗ സെഡ് എന്ന് വരും. ഓക്കെ, സൈൻ ω t മൈനസ് k ഓഫ് ഒമേഗ സെഡ് d omega പ്ലസ് ഇൻ്റഗ്രൽ 0 to ∞ b ഓഫ് ഒമേഗ കോസ് ഒമേഗ t മൈനസ് k ഓഫ് ഒമേഗ സെഡ്, അതും ഇതേപോലെ കോസ് ഒമേഗ ടി മൈനസ് കെ ഓഫ് ഒമേഗ സെഡ് ഡി ഒമേഗ. ഇതായിരിക്കും ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ട്രാവലിംഗ് വേവ് പാക്കറ്റ് ഇൻ എ ഹോമോജീനിയസ് ഡിസ്പേഴ്സീവ് മീഡിയം. ഓക്കെ, ഇനി നോൺ ഡിസ്പേഴ്സീവ് മീഡിയത്തിലാണെങ്കിൽ അവിടെ കെ ഓഫ് ഒമേഗ നമുക്ക് പറയാം, ദാറ്റ് ഈസ് ω/Vp ആയിരിക്കും അല്ലേ. അവിടെ ഈ ഫേസ് വെലോസിറ്റി വി പി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കെ ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു ω/Vp ആണ്. അപ്പോൾ ഇവിടെ ഫൈ ഓഫ് സെഡ് ടി നമ്മൾ എഴുതുമ്പോൾ എ സൈൻ ഒമേഗ ടി എന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇവിടെ ഒരു ടേം കൂടി ഒരു മൈനസ് സെഡ് ബൈ വി പി. ഓക്കെ, എ സൈൻ ഒമേഗ ടി മൈനസ് സെഡ് ബൈ വി പി ഡി ഒമേഗ പ്ലസ്
integral 0 to infinity b of omega cos omega t minus z by vp d omega, where vp is the phase velocity. അതാണ് നോൺ ഡിസ്പേഴ്സീവ് മീഡിയത്തിലെ ഒരു വേവ് പാക്കറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയത്തിലും നോൺ ഡിസ്പേഴ്സീവ് മീഡിയത്തിലും ട്രാവലിംഗ് വേവ് പാക്കറ്റിൻ്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എഴുതി. ഒരു ചെറിയ ടോപ്പിക്ക് കൂടി, നോൺ ഡിസ്പേഴ്സീവ് വേവ്സ് ആൻഡ് ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ. ഇപ്പോൾ നോൺ ഡിസ്പേഴ്സീവ് വേവിനെ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഫൈ ഓഫ് സെഡ് ടി is equal to a of omega cos omega t minus k of omega z. ഓക്കെ, എ ഓഫ് ഒമേഗ എന്ന് പറയുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, ഒമേഗ ഫ്രീക്വൻസി ആണ്, കെ എന്ന് പറയുന്നത് വേവ് നമ്പറാണ് അല്ലേ, ടൈമിൻ്റെയും സ്പേസിൻ്റെയും അല്ലേ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് അതിൻ്റെ പാർട്ടിക്കിളിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കാന്ന് അറിയോ? ആദ്യം നമ്മൾ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ടി സ്ക്വയർ കണ്ടുപിടിക്കുക. ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ടി സ്ക്വയർ ആദ്യം നമ്മൾ ഡോ ഫൈ ബൈ ഡോ ടി കാണുക, പിന്നെ ഡോ ബൈ ഡി ടി ഡോ ടി ഡോ ഫൈ ബൈ ഡോ ടി ചെയ്യുക. ഓക്കെ, അങ്ങനെ അത് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് കാണുക, എന്നിട്ട് ഡോ ബൈ ഡോ സെറ്റ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ സ്ക്വയർ ഫൈ ഓഫ് സെറ്റ് ടി ഡിവൈഡഡ് ബൈ ഡോ സെറ്റ് സ്ക്വയർ കിട്ടും. ഓക്കെ, എന്തായാലും അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ നിങ്ങൾ നോക്കിയാൽ ഡോ സ്ക്വയർ ഫൈ ഓഫ് സെറ്റ് ടി ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ ബൈ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ സെറ്റ് സ്ക്വയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ കിട്ടുക. ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ ഡോ സ്ക്വയർ ഫൈ ഓഫ് സെറ്റ് ടി ബൈ ഡോ ടി സ്ക്വയർ is equal to നമുക്ക് എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ കെ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ഓഫ് സെറ്റ് ടി ബൈ ഡോ സെറ്റ് സ്ക്വയർ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ടി സ്ക്വയറും ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ സെറ്റ് സ്ക്വയറും കണ്ടിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണാം. ഇവിടെ ഒമേഗ ബൈ കെ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെലോസിറ്റി. വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന എല്ലാ വേവും ഒരേ വെലോസിറ്റിയിലാണ് നോൺ ഡിസ്പേഴ്സീവ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ വേവ്സ് എല്ലാം ഒരേ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒമേഗ ബൈ കെക്ക് നമ്മൾ എന്ത് കൊടുത്തു? വി വെലോസിറ്റി, ഫേസ് വെലോസിറ്റി വി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ടി സ്ക്വയർ is equal to ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ വി സ്ക്വയർ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ സെറ്റ് സ്ക്വയർ എന്ന് എഴുതാം, വേർ ഒമേഗ ബൈ കെ is equal to വി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നോൺ ഡിസ്പേഴ്സീവ് വേവ്സ് ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഡിസ്പേഴ്സീവ് മീഡിയത്തിലായിക്കോട്ടെ നോൺ ഡിസ്പേഴ്സീവ് മീഡിയത്തിലായിക്കോട്ടെ നമ്മുടെ വേവ് ട്രെയിൻസ് അല്ലെങ്കിൽ വേവ് പാക്കറ്റ് ഈ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ. നോൺ ഡിസ്പേഴ്സീവ് വേവ്സും ഈ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ എടുത്ത ഭാഗങ്ങളൊക്കെ വൃത്തിയായിട്ട് നോക്കുക, നോട്ട്സ് പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. കുറച്ച് നോട്ട് കൂടി തരാനുണ്ട്, അത് ഞാൻ തരാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്റർ എല്ലാ പോർഷൻസും ഇതോടുകൂടി കംപ്ലീറ്റ് ആയി പരീക്ഷയ്ക്ക് ഒരുങ്ങുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.